കൊല്ലം കൊട്ടിയത്താണ് വൻ MDMA വേട്ട. മൈലാപ്പൂരിൽ 300 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിലായി. കണ്ണനല്ലൂർ സ്വദേശികളായ സാബിറ റൂഫ് നജ്മൽ എന്നിവരാണ് പിടിയിലായത്. കാറിന്റെ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ചായിരുന്നു പ്രതികൾ MDMA കടത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിൽ 300 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. അതിലെ പ്രതികൾ സാബിറ റൂഫ് ഏലിയാസ് തങ്ങൾ, നജ്മൽ എന്നിവരാണ്. ഇവര് മുട്ടയ്ക്കാവ് സ്വദേശികളാണ്. വെളുപ്പിന് 3 മണിക്കാണ് അതിന്റെ ഓപ്പറേഷൻ നടന്നത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? കുറച്ചു ദിവസമായി ഈ പ്രതികൾ ഇരുവരും പോലീസിന്റെ ഒരു സർവൈലൻസിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇവർ ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് ലഹരി കടത്തുന്നുള്ള ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടെ കാർ മാർഗമാണ് ബാംഗ്ലൂരിൽ നിന്നും ഇത്തരത്തിൽ ഇവർ കൊല്ലത്തേക്ക് എത്തിയത്. കൊട്ടിയം ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കവെയാണ് മൈലാപ്പൂരിൽ വെച്ച് വാഹനം തടഞ്ഞ് പരിശോധന നടത്തിയത്. ചാത്തന്നൂർ SCP ആയിട്ടുള്ള SCPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അവിടെ പരിശോധന നടത്തിയത്. ആ വാഹന പരിശോധനയിലാണ് ഡാഷ്ബോർഡിനുള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്ന ഈ പദാർത്ഥം പുറത്തെടുക്കിയപ്പോൾ അത് MDMA ആണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതിൽ കണ്ണനല്ലൂർ സ്വദേശികളായിട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഈ കൊല്ലം ജില്ലയിലേക്ക് ഇത്തരത്തിൽ വലിയ തോതിൽ MDMA എത്തിക്കുന്നതിൽ പ്രധാനികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നവരെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവർ ആർക്കൊക്കെയാണ് ഇത് കൈമാറിയിരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. 20 ലക്ഷം രൂപയോളമാണ് മാർക്കറ്റിൽ ഈ MDMAക്ക് വില വരുന്നത്. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.